പ്രേക്ഷകരെ, റബീലവല് 5ആണ്, നമ്മൾ 4 കഴിഞ്ഞ് 5ആണ്. അപ്പോൾ നമ്മളെ സന്ദേശം, ഈ സന്ദേശം 5ാമത്തെ ദിവസം നോക്കി നമ്മളെ പ്രേക്ഷകർ 5ാമത്തെ സന്ദേശം. ഒരിക്കൽ നബീൻ്റെ അടുത്ത് ഒരു ഉമ്മ വരികയാണ്. എന്നിട്ട് നബി തങ്ങളോട് അമ്മ പറഞ്ഞു, എൻ്റെ കുട്ടി നല്ല മധുരം കഴിക്കും, അപ്പോൾ നിങ്ങളൊന്ന് ഉപദേശിച്ചിട്ട് ഒന്ന് മാറ്റി തരണം. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെ അമ്മ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വന്നു കുട്ടിനെ. അങ്ങനെ എന്ത് ചെയ്തു, നബി തങ്ങൾ ആ കുട്ടിനെ ഉപദേശിച്ചു, മധുരം കഴിക്കുന്നതിനെ പറ്റി ഉപദേശിച്ചു. അങ്ങനെ കുട്ടി എന്ത് ചെയ്തു, മധുരം കഴിക്കാൻ നിർത്തി. അപ്പോൾ ഇമ്മ ചിന്തിച്ചു, എന്താണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞത്? അങ്ങനെ നബി തങ്ങൾക്ക് പറഞ്ഞെങ്കിൽ കുട്ടി നിർത്തുന്നു, എന്തുകൊണ്ടാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞത്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യക്ക് വരുന്ന സമയത്ത് ഞാൻ നല്ലോണം മധുരം തിന്നു, ഞാൻ മധുരം തിന്നുകൊണ്ടിരിക്കുക ഒക്കെ കുട്ടിയെ ഉപദേശിക്കാനുള്ള അവകാശമില്ല. നേരെ മറിച്ച് ഞാൻ ഈ ഒരാഴ്ച ഒന്നും ഇല്ല, ഞാൻ മധുരം കേൾക്കാൻ നിർത്തി 10 നിർത്തി. ഞാൻ നിർത്തിയതിന് ശേഷം ഞാൻ ആ കുട്ടിനോട് ഉപദേശിച്ചത്. അങ്ങനെയാണ് ആ കുട്ടി മധുരം കേൾക്കാൻ നിർത്തി. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളൊരു തെറ്റ് ചെയ്യുന്നു, ആ തെറ്റ് വേറൊരാൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റ് ചെയ്തിട്ട് മറ്റൊരാൾ ഉപദേശിക്കാൻ പറ്റില്ല. ഉദ്ദേശിച്ചുള്ള ആള് ഉദാഹരണത്തിന് ഞാൻ സിഗരറ്റ് വലിക്കണം, അർത്ഥമില്ല. ഞാൻ സിഗരറ്റ് വലിക്കണം, ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു അനിയൻ സിഗരറ്റ് വലിക്കണം. ഞാൻ സിഗരറ്റ് വലിക്കും, ഞാൻ പോകുന്നത് പറയാൻ പറ്റുന്നത് സിഗരറ്റ് വലിക്കുന്നത്. കാരണം ആദ്യം ഞാൻ നിർത്തണം, ഞാൻ നിർത്തിയിട്ട് ഞാനതൊക്കെ പറ്റും നിർത്തുന്നതിലേക്കൊന്ന് ഉപദേശിക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, എല്ലാവരും സ്വയം എന്ത് ചെയ്യുക, നന്നാവും, എന്നിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കുക. അല്ലാതെ നമ്മൾ കേടന്നിട്ട് മറ്റുള്ളവരെ ഒരിക്കലും ചെയ്യും. അതാണ് ലഭിക്കുന്നത്. അതിലൂടെ ഒരു പാഠം പഠിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ ഇതിലൂടെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ പ്രേക്ഷകരെ കേട്ടില്ല ഇന്നത്തേത്. അപ്പോൾ ഇനി നമുക്ക് നാളെ ഇൻഷാ അല്ലാഹ് 6ാമത്തെ നമുക്ക് നാളെ ഇതിലും ഗംഭീരമായിട്ടുള്ള നല്ലൊരു ഉപദേശവുമായിട്ട് നമ്മളെത്തും. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ മറക്കരുതിട്ടാണ്, കമൻറ്റിൽ നിർബന്ധമാണ്. നമ്മളെ പോരായ്മകൾ, അവതരണത്തിൽ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം. ഓക്കെ.